ജോസ് കെ മാണിയെ പരിഹസിച്ച് പാലാ നഗരസഭയിൽ പ്രമേയം. വിജയിക്കാൻ സാധിക്കാത്ത നേതാക്കൾക്ക് വേണ്ടി നിയമസഭയിൽ അപ്പർ ഹൗസ് ഉണ്ടാക്കണമെന്നാണ് പ്രമേയം. രാജ്യസഭാ മോഡലിൽ നോമിനേറ്റ് ചെയ്ത MLA-മാരെ കൊണ്ടുവരണമെന്ന ആവശ്യമുണ്ട്. ഷിനോ ജസ്റ്റിയുണ്ട്. ഷിനോജി, രാജ്യസഭാ മോഡലിൽ ഒരു അപ്പർ ഹൗസ് കൂടി ഇപ്പോൾ കർണാടകത്തിലൊക്കെ ഉണ്ടല്ലോ, അപ്പർ ഹൗസ് കൂടി രൂപീകരിക്കണമെന്ന് പറഞ്ഞ് അത്ര വലിയ ഒരു പരിഹാസത്തിലേക്ക് പോകുന്ന അവിടുത്തെ രാഷ്ട്രീയ സാരം, പാലയിലെ രാഷ്ട്രീയ സാരം എങ്ങനെയാണ്? രതീഷ്, പാലായിൽ ജോസ് കെ മാണിയും ഒപ്പം തന്നെ ഈ ബിജു പുളിക്കക്കണ്ടവുമൊക്കെ തന്നെ നേരത്തെ തന്നെ വലിയ രീതിയിൽ വിരോധമൊക്കെ തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ടൈമിൽ ബിജു പുളിക്കക്കണ്ടം LDF-ന്റെ ഭാഗത്ത് നിന്ന് ജയിച്ച സമയത്ത് ബിജു പുളിക്കക്കണ്ടത്തെ ജ്യേഷ്ഠനായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടതും ഒക്കെ തന്നെ നഗരസഭയുടെ ചെയർമാൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. LDF-നൊക്കെ തന്നെ ബിനു ആണ് ഇത്തരത്തിൽ ചെയർമാൻ ആകണമെന്നൊക്കെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ ചെയർമാൻഷിപ്പിൽ നിന്ന് വെട്ടിയത് ജോസ് കെ മാണിയാണ്. അന്ന് മുതൽ ഇവർ തമ്മിൽ വലിയ വിരോധമുണ്ട്. തുടർന്നാണ് പല രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്നെ ബിനു പുളിക്കക്കണ്ടവും ഒക്കെ തന്നെ UDF-ന്റെ ഭാഗമായി ഇത്തവണ ഇപ്പോൾ ഈ പാലാ നഗരസഭ ഭരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്നലെ ജോസ് കെ മാണി വലിയ തോൽവി നേരിട്ടുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വലിയ പരിഹാസത്തിലേക്ക് പാലാ നഗരസഭയിൽ ഇത്തരത്തിലൊരു പ്രമേയത്തിന്റെ രൂപത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുന്നത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമേയത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയിക്കാൻ സാധിക്കാത്ത നേതാക്കൾക്ക് വേണ്ടി നിയമസഭയിൽ അപ്പർ ഹൗസ് ഉണ്ടാക്കണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. രാജ്യസഭയെ മോഡലിൽ നോമിനേറ്റ് MLA-മാരെ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. ഇത്തരം സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഈ ചില പ്രമുഖ നേതാക്കൾക്ക് നിയമസഭയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ജോസ് കെ മാണിയെ ട്രോളിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രമേയം നിലവിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹാന്മാരായ പിതാക്കന്മാരുടെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് നിയമസഭയിൽ എത്താനുള്ള ഏക മാർഗവും ഇതാണെന്നും കൂടി ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് പിന്നാലെ ജോസ് കെ മാണിയെ ട്രോളുകയാണ് പാലാ നഗരസഭയിലെ ഇത്തരത്തിൽ പ്രമേയം എന്ന് പറയുന്നത്. ബിനു പുളിക്കക്കണ്ടം തന്നെയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രമേയവും കൗൺസിൽ പാസാക്കിയിട്ടുണ്ട്. എന്തായാലും പാലാ നഗരസഭയിൽ വലിയ പരിഹാസമാണ്. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസിന്റെ വലിയ തോൽവിയിലാണ് ഒരു പ്രമേയം വരുന്നത്. സാധാരണ നിലയിൽ സംഭവിക്കുന്നത്, പക്ഷേ രാഷ്ട്രീയമായ ഒരു പ്രതികരണമാണ് അവിടെ ഉണ്ടാകുന്നത്. ഷിനോ ജസ്റ്റിയാണ് ആ വിവരങ്ങൾ നൽകിയത്.